ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ, അതായത് ഏകദേശം 138 ദിവസത്തേക്ക് ശനി വക്രഗതിയിലായിരിക്കും. ഈ കാലയളവിൽ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. മകരം രാശിക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കാരണം ശനി നിങ്ങളുടെ രാശിയുടെയും ലഗ്നത്തിൻ്റെയും അധിപനാണ്. അതിനാൽ ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തമായ മാറ്റങ്ങളും അനുഭവങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മകരം രാശിയുടെ രാശിയധിപൻ ശനി. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. ശനി എന്ന് പറയുന്നത് ഒരു വായുതത്വഗ്രഹമാണ്. എന്നാൽ ഇത് ജലതത്വഗ്രഹമായ മീനം രാശിയിലാണ് വക്രഗതിയിൽ ആകാൻ പോകുക. വായുവും ജലവും ഒന്നിക്കുന്ന ഈ സ്ഥിതി മനസ്സിൽ ആഴമുള്ള ചിന്തകളും പഴയ കാര്യങ്ങളുടെ പുനഃപരിശോധനയും വൈകിയിരുന്ന പ്രവർത്തനങ്ങളുടെ പുനരാരംഭവും ഉണ്ടാകാനുള്ള സാധ്യത. നിങ്ങൾക്ക് അറിയാമോ ശനി വക്രഗതി എന്നാൽ എന്താണെന്ന്? വക്രഗതി എന്നത് ശനി യഥാർത്ഥത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുന്നു എന്നല്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പിന്നിലേക്ക് നീങ്ങുന്നത് പോലെ തോന്നുന്ന ഒരു ദൃശ്യ പ്രതിഭാസമാണ്. ജ്യോതിഷത്തിൽ ഇതിൻ്റെ അർത്ഥം പഴയ കർമ്മഫലങ്ങൾ വീണ്ടും മുന്നിലെത്തും. മുമ്പ് ചെയ്ത നല്ലതും മോശവുമായ കാര്യങ്ങളെ വിലയിരുത്തുന്നതിനുള്ള സമയം, പൂർത്തിയാക്കാതെ നിന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനുള്ള അവസരം, ക്ഷമയും അച്ചടക്കവും തീർച്ചയായും പരീക്ഷിക്കപ്പെടും ഈ സമയം. ജീവിത പാഠങ്ങൾ കൂടുതൽ ശക്തമായി അനുഭവപ്പെടുന്ന സമയം. പക്ഷേ സ്ഥിരതയും ഉത്തരവാദിത്തവും പഠിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി. മകരം രാശിക്കാർക്ക് ശനി 3ാം ഭാവത്തിലാണ് ഗോചരം ചെയ്തിരിക്കുന്നത്. 3ാം ഭാവം എന്നാൽ ധൈര്യം, ആത്മവിശ്വാസം, സഹോദരങ്ങൾ, ആശയവിനിമയം, യാത്രകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, അങ്ങനെ പബ്ലിക് സർവീസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എഴുത്ത്, പഠനം, പരിശീലനം എന്നിവയാണ്. അപ്പോൾ വക്രഗതിയിലുള്ള ശനി 3ാം ഭാവത്ത് ഉള്ളപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങൾ വീണ്ടും സജീവമാകാം. സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ യൂട്യൂബ്, മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് മുമ്പ് തുടങ്ങിയ പദ്ധതികൾ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത. കൂടാതെ 3ാം ഭാവത്ത് നിന്നും ശനിയുടെ ദൃഷ്ടി 9ൽ വരുന്നു. അപ്പോൾ 9ാം ഭാവം ഭാഗ്യത്തിൻ്റെ, അതുപോലെ തന്നെ ഗുരു, ധർമ്മം, പിതാവ്, തീർത്ഥയാത്ര, ഉയർന്ന പഠനം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് ഭാഗ്യം വൈകിയെത്തുന്നത് പോലെ തോന്നാം, പക്ഷേ അതിനുള്ള റിസൾട്ട് തീർച്ചയായും കിട്ടുന്നതായിരിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കൂടുതൽ നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വരും. ഈ സമയം ആത്മീയത വർദ്ധിക്കും. തീർത്ഥയാത്രകൾക്കുള്ള സാധ്യത, പഴയ പഠനങ്ങൾ പൂർത്തിയാകാനുള്ള അവസരം, പിതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിതാവുമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ശനിയുടെ ദൃഷ്ടി 12ാം ഭാവത്ത് വരുന്നു. 12ാം ഭാവം എന്നാൽ ചിലവിൻ്റെ വിദേശ ബന്ധങ്ങൾ, ആശുപത്രി, ഏകാന്തത, ആത്മീയത, മോക്ഷചിന്ത എന്നിവയാണ്. അപ്പോൾ ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. വിദേശ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത. ഈ സമയം ആത്മീയ വളർച്ചയ്ക്ക് വളരെ നല്ല സമയമാണ്. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ താല്പര്യമുണ്ടാകുന്ന സമയം. തൊഴിൽ സംബന്ധമായി നോക്കുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് ഈ കാലഘട്ടം കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത, പ്രമോഷൻ കിട്ടുന്നതിനുള്ള സാധ്യതയുമുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടും. സ്വകാര്യ മേഖലയിൽ ഉള്ളവർക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യത. വിട്ടുപോയ ജോലിയിൽ വീണ്ടും തിരികെ വിളിക്കുന്നതിനുള്ള സാധ്യത. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ ഉപഭോക്താക്കൾ തിരികെ വരുന്നതിനുള്ള സാഹചര്യം. പുതിയ കരാറുകൾ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. രേഖകൾ പരിശോധിക്കാതെ ഒപ്പിടരുത്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയം തന്നെയാണ്. സാമ്പത്തികം, വരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ ചിലവ് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലവ് കൺട്രോൾ ചെയ്യുക. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത.
കടബാധ്യതകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുക. അനാവശ്യ ആഡംബര ചെലവുകൾ തീർച്ചയായും ഒഴിവാക്കണം. കുടുംബത്തിൽ സഹോദരങ്ങളുമായി പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാധ്യത. ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിൽ വർദ്ധിക്കുന്നതിനുള്ള സമയം കൂടിയാണ്. സംസാരത്തിൽ ക്ഷമ പാലിക്കുക. മുതിർന്നവരുടെ അനുഗ്രഹം വലിയ ഒരു പിന്തുണയാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ക്ഷമയോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് താമസം വന്നാലും നല്ല ബന്ധം ലഭിക്കുന്നതിനുള്ള സമയം. സ്നേഹബന്ധം, പഴയ പ്രണയബന്ധങ്ങൾ വീണ്ടും തിരികെ വരുന്നതിനുള്ള സാധ്യത. വികാരപരമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക. ആത്മാർത്ഥതയും വിശ്വാസവും ബന്ധം ശക്തമാക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾക്ക് നല്ല സമയമാണ്. അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഏകാഗ്രത വർദ്ധിക്കുന്നതിനുള്ള സമയം. പഴയ വിഷയങ്ങൾ വീണ്ടും പഠിക്കുന്നതിന് വിജയത്തിന് സഹായമാവും. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ നാഡീസംബന്ധമായ ക്ഷീണം ഉണ്ടാകുന്നതിനുള്ള സാധ്യത. കഴുത്ത്, ഷോൾഡർ, കൈകൾ എന്നിവ തീർച്ചയായും ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത. ഉറക്കം ക്രമീകരിക്കുക. യോഗയും പ്രാണായാമവും നിങ്ങൾക്ക് ഗുണകരമാവും. നിലവിൽ ശനി സഞ്ചരിക്കുന്നത് രേവതി നക്ഷത്രത്തിലാണ്. 2026 ഒക്ടോബർ 8 വരെയായിരിക്കും ഈ സമയം. അപ്പോൾ ഈ സമയത്ത് പഴയ കർമ്മങ്ങളുടെ ഫലങ്ങൾ വ്യക്തമായി അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത. പൂർത്തിയാകാതെ നിന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കും. അതിനുശേഷം 2027 ഫെബ്രുവരി 8 വരെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ. ഈ സമയത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ജീവിതത്തിൽ സ്ഥിരത നേടുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാവും. തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നിവയിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും. 2027 ഫെബ്രുവരി 8 ശേഷം വീണ്ടും രേവതി നക്ഷത്രത്തിലേക്ക് ശനി പ്രവേശിക്കുന്നതോടെ പഴയ പദ്ധതികൾക്ക് അന്തിമ രൂപം ലഭിക്കാനും പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നതിനുമുള്ള സാധ്യത. നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ 2025 മാർച്ച് 29 ശേഷം നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ചെയ്യുന്നതിൽ ആക്റ്റീവായിട്ടുണ്ടോ? അത് പബ്ലിക് സർവീസ്, അത് ഓൺലൈൻ മാർക്കറ്റിംഗ്, ബിസിനസ്, യൂട്യൂബ് അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ? അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയോ? ഇല്ലെങ്കിൽ ഈ ശനി വക്രഗതി സമയത്ത് അതിനുള്ള അവസരം നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും. അങ്ങനെ മകരം രാശിക്കാർക്ക് ഈ 138 ദിവസത്തെ ശനി വക്രഗതി ഭയപ്പെടേണ്ട കാലമല്ല. ഇത് പരിശോധനയുടെയും തിരുത്തലിൻ്റെയും ആത്മവളർച്ചയുടെയും സമയമാണ്. ക്ഷമയും അച്ചടക്കവും കഠിനാധ്വാനവും സത്യസന്ധതയും പാലിക്കുന്നവർക്ക് ഈ വക്രഗതി ഭാവിയിലെ വലിയ നേട്ടങ്ങൾക്ക് ശക്തമായ അടിത്തറ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ശനിയുടെ പാഠങ്ങൾ കഠിനമായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രതിഫലം സ്ഥിരതയുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ശനിയുടെ ബീജമന്ത്രം ഓം പ്രാം പ്രീം പ്രോസഹ ശനീശ്വരായ നമഃ നിങ്ങൾ ഡെയിലി ജപിക്കുക. കൂടാതെ എല്ലാ ശനിയാഴ്ചയും ശനി ക്ഷേത്രം സന്ദർശിക്കുക. എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക. കാക്കകൾക്ക് ഭക്ഷണം നൽകുക. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ഡെയിലി പാരായണം ചെയ്യാൻ പറ്റാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക. വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേൾക്കുക. സൂര്യദേവന് ജല അർപ്പണം. ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം, ഒരു നുള്ളു അരി, ഒരു ചുവന്ന പൂവിട്ട് രാവിലെ നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക. മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത്. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ. അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. जय श्री राधे कृष्ण प्रेम की बंसी बजती जाए जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे।